ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചതിച്ചവർ ആര്? പീഡനക്കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കി. സത്യം ജയിക്കട്ടെ. ക്രിസ്ത്യാനികളോട് എപ്പോഴും എന്തുമാകാമെന്ന് ചിന്തിക്കുന്ന എല്ലാ ഏമാന്മാർക്കും കോടതിയുടെ ചുട്ട മറുപടി. ഇവിടെ കത്തോലിക്ക സഭ നശിച്ചു കാണാൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയവർക്കും അവർക്ക് നിർലോഭം പിന്തുണ നൽകിയ സഭാ വിരോധികളായ മറ്റ് മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ വിചാരകർക്കും സർവോപരി രാജ്യദ്രോഹികളാക്കുന്ന മത തീവ്രവാദികൾക്കും കാരണത്തിനേറ്റ ഒരു ഉഗ്രൻ അടിയാകുന്നു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ ബിഷപ്പിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ കോടതി വിധി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പറഞ്ഞത്. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗവും കുറവിലങ്ങാട് നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസിയുമായ കന്യാസ്ത്രീ നൽകിയ പരാതിയിലാണ് കുറവിലങ്ങാട് പോലീസ് ബിഷപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 2014 മുതൽ 2016 വരെ 13 തവണ കുറവലങ്ങാട് മഠത്തിൽ വെച്ച് ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2018 മാർച്ച് 26 ഇത് സംബന്ധിച്ച് കന്യാസ്ത്രീ മദർ സുപ്പീരിയർക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തുന്നതും ബിഷപ്പിന്റെ അറസ്റ്റിൽ കലാശിക്കുന്നതും. പിന്നീട് ബിഷപ്പിന് കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. തുടർന്ന് നടന്ന നിയമ പോരാട്ടത്തിനൊടുവിലുള്ള ഈ വിധിയിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞതായി കാണാം. സഭയ്ക്കെതിരെ ആക്രോശിച്ചവർക്കെല്ലാം തൽക്കാലം വിശ്രമിക്കാം, അടുത്തൊരു കള്ളക്കേസ് മെനഞ്ഞെടുക്കുന്നത് വരെ. ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കും അവരെ പിന്തുണച്ചവർക്കും പ്രേരകമായി നിന്നത് ആരാണ്? അതാണ് സഭാവിശ്വാസികൾ ചിന്തിക്കേണ്ട വസ്തുത. സഭയെ ഒളിഞ്ഞും തെളിഞ്ഞും എന്നും ആക്രമിക്കാൻ ശ്രമിക്കുന്ന, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹികളായ ചില മത തീവ്രവാദികളുടെ ചട്ടുകമായി മാറിയിരുന്നില്ലേ അറിഞ്ഞോ അറിയാതെയോ ഈ കന്യാസ്ത്രീകളും അവരുടെ കൂട്ടാളികളും? ഇവരുടെയൊക്കെ ബാഹ്യപ്രേരണയാൽ ഒരിക്കലും ഇല്ലാത്ത വിധം സഭയെയും സഭാ ശുശ്രൂഷകരെയും അധിക്ഷേപിച്ചുകൊണ്ട് തെരുവിൽ വരെ ഇറങ്ങാൻ കന്യാസ്ത്രീകൾ തയ്യാറായി എന്നത് വളരെ ഖേദകരമായിരുന്നു. മത തീവ്രവാദികൾക്ക് വേണ്ടി വീണ വായിക്കുന്ന ചില മാധ്യമങ്ങൾ ഇതൊക്കെ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സഭയിൽ ചേരിതിരിവ് ഉണ്ടാക്കാനും അതുവഴി സഭയെ തകർക്കാനും കൂട്ടുനിന്നു. സഭയിൽ വലിയ രീതിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരുന്നു. കന്യാസ്ത്രീമാർ ബിഷപ്പിനെതിരെ എറണാകുളത്ത് നടത്തിയ ഉപവാസ സമരത്തിന്റെ ഉപജ്ഞാതാക്കൾ ഇവരൊക്കെ തന്നെ ആയിരുന്നില്ലേ? ഉപവാസത്തെ പിന്തുണച്ചെത്തിയവരെ സഭയുടെ ആൾക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ശ്രമിച്ചു. കന്യാസ്ത്രീമാർ നടത്തിയ സമരത്തിൽ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളും പർദ്ദയിട്ടവരുമെല്ലാം പിന്തുണ അറിയിച്ച് കൂടെ ഇരുന്നപ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധാരണക്കാർക്ക് പോലും കഴിഞ്ഞപ്പോഴും മാധ്യമങ്ങൾ സകലതും അവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിച്ചെഴുതി. സമരപ്പന്തലിൽ മുഴുവൻ സഭാവിശ്വാസികളാണെന്ന് വരുത്തി തീർത്തു. ഈ വിധിയോടെ സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പുരോഹിതർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ എന്നും കന്യാസ്ത്രീകൾ ദൈവത്തിന്റെ മണവാട്ടിമാർ എന്നുമാണ് കത്തോലിക്ക സഭയും സഭാ മക്കളും എന്നും വിശ്വസിക്കുന്നത്. ആ രീതിയിൽ സഭാവിശ്വാസികൾ പുരോഹിതർക്കും കന്യാസ്ത്രീമാർക്കും അർഹമായ ബഹുമാനവും പരിഗണനയും നൽകിയിരുന്നു. അതിനെ മ്ലേച്ഛമാക്കുന്ന രീതിയിലായിരുന്നു ഇക്കാലത്തെ പ്രവർത്തനങ്ങൾ. ഒപ്പം പുരോഹിതന്മാരെയും കന്യാസ്ത്രീമാരെയും രണ്ട് തട്ടിലാക്കി. വിശ്വാസികളുടെ ഇടയിൽ മോശപ്പെട്ട വാർത്ത സൃഷ്ടിച്ചെടുക്കുന്നവരിൽ ഒരു പരിധിവരെ അവർ ആഗ്രഹിച്ചിരുന്നവർ വിജയിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാണയമാകുമ്പോൾ രണ്ട് വശമുണ്ടല്ലോ. അതുപോലും ആലോചിക്കാതെയാണ് ഇവിടെ മാധ്യമങ്ങൾ കാര്യങ്ങൾ നീക്കിയത്. ബിഷപ്പിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ബിഷപ്പിനെതിരെയുള്ള വിചാരണയാണ് മിക്ക മാധ്യമങ്ങളും ചെയ്തത്. ബിഷപ്പിന്റെ ഭാഗം കേൾക്കാൻ പോലും പലരും തയ്യാറായില്ല. നിരപരാധികളെ ക്രൂശിക്കൽ ആണല്ലോ ഇന്നത്തെ മാധ്യമ ധർമ്മം. സെൻസേഷൻ പ്രവണത കാരണം സെൻസർഷിപ്പ് ഇല്ലാത്ത ബിഷപ്പിനെതിരെ വാക്കുകൾ ഉപയോഗിക്കാൻ മാധ്യമ ജഡ്ജിമാർ മത്സരിച്ചു.
ഇപ്പോൾ കോടതിയേക്കാൾ വലിയ വിചാരണയാണല്ലോ പല മാധ്യമങ്ങളിലും നടക്കുന്നത്. ബിഷപ്പിനെ ക്രൂരനും നികൃഷ്ട ജീവിയാക്കുന്നതിലും ആയിരുന്നു സഭാ വിരോധികളുടെയും മാധ്യമങ്ങളുടെയും കമ്പം. അതിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഇനി ഈ സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ വിഷയത്തോട് അനുബന്ധിച്ച് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചില പ്രക്ഷോഭങ്ങൾ എറണാകുളത്ത് നടന്നപ്പോൾ കന്യാസ്ത്രീകളുടെ സമര പന്തലിൽ കന്യാസ്ത്രീകൾ അല്ലാത്ത ചിലരെ കൂടി കണ്ടിരുന്നു. വെള്ള വസ്ത്രധാരികളായിരുന്നു അവർ. ഒറ്റ കാഴ്ചയിൽ ഇവർ കന്യാസ്ത്രീകളാണെന്ന് തോന്നും. എന്നാൽ ഇവർ കന്യാസ്ത്രീകൾ ആയിരുന്നില്ല. അവർ തട്ടുമുക്കിയിട്ട് വന്നിരിക്കുന്നവരാണ്. കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ പിന്നെ ഇവർ ആരാണ്? ജസ്റ്റിസ് കമാൽ പാഷ സമരപന്തലിൽ വന്ന് പ്രസംഗിച്ചതും നാം കണ്ടതാണ്. അദ്ദേഹം സ്വസമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിച്ചിട്ട് ഈ സമരപന്തലിൽ വന്ന് പ്രസംഗിച്ചാൽ മതിയായിരുന്നുവെന്ന് പലരും അടക്കം പറഞ്ഞതാണ്. പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവന ഇറക്കിയപ്പോൾ ആ പ്രസ്താവന വർഗീയപരമെന്ന് പറഞ്ഞ ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ ചില കന്യാസ്ത്രീമാർ ഇറങ്ങിയതും ആർക്കു വേണ്ടിയെന്ന സംശയവും ഉയർന്നിരുന്നു. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ജനതയുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് എന്നും ഒരു ഭീഷണിയായിരുന്നു പഞ്ചാബിലെ ജലന്ധർ രൂപതയിലെ ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കൽ. നമ്മൾ ഇപ്പോഴാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് കേൾക്കുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് പഞ്ചാബിൽ ചിരപരിചിതമായിരുന്നു. പഞ്ചാബിൽ മയക്കുമരുന്നിലൂടെ യുവാക്കളെ സ്വാധീനിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനായിരുന്നു മത തീവ്രവാദികളുടെ നീക്കമെന്ന് മയക്കുമരുന്ന് സ്മഗ്ലറായ ഒരു പാകിസ്ഥാൻ പൗരൻ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വ്യക്തമാക്കുകയും ഉണ്ടായി. നാർക്കോട്ടിക് തീവ്രവാദത്തിന്റെ വലിയ വിഘാതവും ഭീഷണിയുമായി നിന്നത് പഞ്ചാബിലെ ജലന്ധർ ആസ്ഥാനമായുള്ള കത്തോലിക്ക രൂപതയിലെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ആയിരുന്നു. ആയതിനാൽ ബിഷപ്പ് എന്നും ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കണ്ണിലെ കരടായിരുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ കുടുക്കാൻ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാൻ വലിയൊരു ശ്രമം നടന്നിരുന്നു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. അത്തരമൊരു നീക്കമാണ് ഈ പീഡന നാടകമെന്ന് വേണം നമ്മുടെ കോടതി വിധിയിലൂടെ നമുക്ക് അനുമാനിക്കാൻ. ഈ സംശയം സത്യമാണെന്ന് ദൈവം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത്തരം ഗൂഢലക്ഷ്യങ്ങൾ ആർക്കെതിരെ നടന്നാലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ബിഷപ്പിനെതിരെ നടന്ന ഗൂഢാലോചനകളുടെ എല്ലാ വശങ്ങളും അന്വേഷിക്കണം. കാര്യം നിസ്സാരമല്ല, ഭയപ്പെടേണ്ടതുണ്ട്. അതാണ് ബിഷപ്പ് ഫ്രാങ്കോയും കോടതി വിധിയും നമ്മെ പഠിപ്പിക്കുന്ന പാഠം.